നിസ്തുലമായ നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് അല്പസമയം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ദൈവസന്നിധിയിൽ ശ്രദ്ധിക്കാം. ദൈവത്തിന്റെ ഏത് പ്രവൃത്തിയും ഏത് കാലവും ഈ ഭൂമിയിൽ ചെയ്യുവാൻ ദൈവമാക്കി വച്ചിരിക്കുന്ന ഏക വ്യക്തി പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് വ്യത്യസ്തങ്ങളായ പ്രവൃത്തിയാണ് ഈ ഭൂമിയിൽ കാലാകാലങ്ങളായി ചെയ്തു പോരുന്നത് എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഒരു 4 പ്രധാനപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തിന് ഒന്ന് പരിചയപ്പെടുത്താം എന്ന് താല്പര്യപ്പെടുകയാണ്. ആദ്യമായി ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം വായിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യം വായിച്ചാൽ അതിന്റെ 23 മുതൽ ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 വർഷമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ട് പോയതിനാൽ അവനെ കാണാതെയായി. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ആദ്യമായി നമ്മൾ ദൈവമാണ് ഒരാളെ ഈ ഭൂമിയിൽ നിന്ന് സുരക്ഷിതമായി കൊണ്ടുപോകുന്നത് എന്ന കാര്യം അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ട് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി ഇന്നവർക്കാൽ ഞങ്ങൾ പറയട്ടെ. നശ്വരമായ ഒരു അവസ്ഥയിൽ നിന്നും അനശ്വരമായ നാശം നിറഞ്ഞു നിൽക്കുന്ന ഈ ഭൂമിയിൽ നിന്നും, കഷ്ടം നിറഞ്ഞു നിൽക്കുന്ന ഈ ഭൂമിയിൽ നിന്ന്, പ്രയാസം നിറഞ്ഞു നിൽക്കുന്ന ഈ ഭൂമിയിൽ നിന്ന് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് ഒരാളെ ദൈവം കൊണ്ടുപോകും. ആമേൻ. എല്ലാവരെയും ദൈവം കൊണ്ടുപോകും. നമ്മൾ വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ എല്ലാ ദൈവം കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ ആ ദൈവത്തിൽ വിശ്വസിക്കുന്നത്. ആമേൻ. പ്രിയ ദൈവമക്കളെ, 365 വർഷം ഈ ഭൂമിയിൽ ക്രൈസ്തവ ജീവിതം നയിച്ച ഹാനോക്കിനെ ദൈവം ഈ ഭൂമിയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി. നമ്മൾ സുരക്ഷിതമാക്കുവാൻ നമ്മുടെ ദൈവത്തെ കൊണ്ട് മാത്രമേ കഴിയൂ. ഈ ലോകത്തിൽ ആരെ കൊണ്ടും നമ്മളെ സുരക്ഷിതമാക്കുവാൻ കഴിയത്തില്ല. ഞാൻ മുൻപ് ഓർപ്പിച്ചതുപോലെ നൈജീരിയയിലും സുഡാനിലും ഭരണാധിപന്മാരുണ്ട്, ഭരണമുണ്ട്, ഭരണകർത്താക്കന്മാരുണ്ട്. പക്ഷേ അരികൊലയ്ക്ക് വിധേയാകുന്ന അനാഥരായ ജനത്തെ അവർക്കാർക്ക് കരുതുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ കരുതുവാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് ദൈവമാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, അതുകൊണ്ടല്ലേ ബൈബിൾ പറയുന്നത് അവന്റെ ബലമുള്ള കരത്തിന് കീഴിൽ അങ്ങനെ ഇരുന്നാൽ ദൈവം നമ്മളെ കൈവിടത്തില്ല. എപ്പോഴും നശിച്ചു പോകുന്നതും നാശത്തിന് വിധേയരാകുന്നതും അനീതി ചെയ്യുവാൻ ആൾക്കാരും ഇരയായിട്ട് ഉപയോഗിക്കുന്നത് സാധുക്കളായിരിക്കും. പ്രിയ ദൈവമകളെ, ഇന്നലെ ഒരു ന്യൂസ് കണ്ട് 194 രാജ്യങ്ങളാണ് ഏതാണ്ട് ലോകത്തിൽ കണക്ക് പറയുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ്. അതിൽ ഏറ്റവും ദാരിദ്ര്യമുള്ള രാജ്യം സൊമാലിയ എന്ന് പറയുന്ന രാജ്യമാണ്. അല്പമല്ല, കുടിവെള്ളം പോലും ആ രാജ്യത്തിലാണ്. അടഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കന്നുകാലികൾ തെരുവിൽ നിന്ന് മൂത്രം ഒഴിക്കുമ്പോൾ 2 കൈ കൊണ്ടുപോയി ആ കയ്യിൽ ആ മൂത്രം സ്വീകരിച്ചു കുടിക്കുന്ന ജനങ്ങൾ സൊമാലിയയിൽ ഇന്നുമുണ്ട്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ,
കർത്താവിന്റെ നാമത്തെ ഓർപ്പിക്കട്ടെ. ഏത് മനുഷ്യനെയും സഹായിക്കുവാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശുവാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഹാനോക്ക് 365 വർഷം ദൈവത്തോട് കൂടെ നടന്നു. ഒടുവിൽ ദൈവം ഹാനോക്കിനെ എടുത്തുകൊണ്ടുപോയി. ഒന്നാമത് മറക്കരുത്, നമ്മളെ ഈ ഭൂമിയിൽ നിന്ന് എടുത്തുകൊണ്ട് സുരക്ഷിതമായി ഒരു സ്ഥലത്തേക്ക് പോകുവാൻ ഒരാളുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ അത് ദൈവമായ കർത്താവാണ്. രണ്ടാമത് 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, എലീശ ദൈവത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. അവസാനം ദൈവം എന്ത് ചെയ്തു അറിയാമോ? ഏലിയാവിനെയും രക്ഷപ്പെടുത്തുവാൻ ആഗ്രഹിച്ചു. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ ഞങ്ങൾ വായിക്കുന്നു. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവും എലീശയോട്, ഞാൻ നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുൻപ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് പറയാം എന്ന് പറഞ്ഞു. അതിന് എലീശ, നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാനാകട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, നീ പ്രയാസമുള്ള കാര്യമാകുമെന്ന് ചോദിച്ചത്, ഞാൻ നിന്നിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്കത് ലഭിക്കും, അല്ലെങ്കിൽ ലഭിക്കുകയില്ല എന്ന് പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർതിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് പോയി. പ്രിയ മത്സര്യമുള്ള ദൈവമക്കളെ, ഹാനോക്കിനെ ഈ ഭൂമിയിൽ എടുത്തുകൊണ്ട് പോയതോ ദൈവം നേരിട്ടെങ്കിൽ ഏലിയാവിനെ ഈ ഭൂമിയിൽ എടുത്തുകൊണ്ട് പോകുന്നത് ചുഴലിക്കാറ്റാണ്. നിങ്ങൾക്ക് അതിശയം തോന്നാം, ചുഴലിക്കാറ്റ് ഒരാൾ എടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഈ ഒരു സംഭവം ഇവിടെ മാത്രമേ ഉള്ളൂ. വേറെ ലോകത്തിൽ ഒരിടത്തും ഇങ്ങനത്തെ ഒരു സംഭവമില്ല. ചുഴലിക്കാറ്റ് ഒരാളെ എടുത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ചുഴി അടിച്ചത് ഒറീസയിലാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഗ്രഹാം സ്റ്റെയിൽ എന്നൊരു മിഷനറി കുടുംബമായി കത്തിച്ചു കൊന്ന ആ ഒറീസ പട്ടണത്തിൽ ഒരിക്കൽ വന്നടിച്ച ചുഴി എണ്ണമില്ലാത്ത ജനങ്ങളെ എടുത്തുകൊണ്ട് പോയി എന്ന് കാണുകയാണ്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, സ്വർഗത്തിലേക്ക് ചുഴലിക്കാറ്റ് എടുത്തുകൊണ്ട് പോയത് ഏലിയാവ് എന്ന് പറയുന്ന ദൈവപുരുഷന് മാത്രമാണ്. നമുക്ക് അതിശയിക്കാൻ ആവശ്യമില്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു രാത്രി നിക്കോദിമോസ് യേശുവുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടു. യേശു നിക്കോദിമോസിനോട് പറഞ്ഞു, നീ പുതുതായി ജനിച്ചില്ലായെങ്കിൽ ദൈവരാജ്യം കാണത്തില്ല. വീണ്ടും പറഞ്ഞു, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലായെങ്കിൽ ദൈവരാജ്യത്തിൽ നടക്കത്തില്ല. അവസാനം കർത്താവായ യേശു ഈ നിക്കോദിമോസിനോട് കാര്യങ്ങൾ മുഴുവനും പറഞ്ഞ് അവിടെ സംഭവം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിക്കോദിമോസിന് മനസ്സിലാകാൻ, കാറ്റ് ഇഷ്ടമുള്ളവർ ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയില്ല. ആത്മാവിനാൽ ജനിച്ചവരെല്ലാം അങ്ങനെയാകും എന്ന് കർത്താവ് നിക്കോദിമോസിനോട് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ,
ദൈവവചനത്തിന്റെ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പേരുണ്ട്. ദൈവാത്മാവിന് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പേരുണ്ട്. ആ പേര് കാറ്റ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. വായുവിനും ശ്വാസത്തിനും കാറ്റിനും ദൈവവചനത്തിനും മൂലഭാഷയിൽ ഒരേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ന്യൂമ. ആ വാക്കാണ് കർത്താവായ യേശു നിക്കോദെമോസിനോട് ഉപയോഗിക്കുമ്പോൾ കാറ്റ് ഇഷ്ടമുള്ളത് തൂന്നുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, അത് എവിടെ വരുന്നതെന്നും എവിടേക്ക് പോകുന്നതെന്നും അറിയില്ല. ആത്മാവിനാൽ ജനിച്ചവരെല്ലാം അങ്ങനെയാവുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹാനോക്കിനെ ദൈവം അടുത്ത സ്വർഗത്തിൽ സുരക്ഷിതമായി കൊണ്ടുപോയി. ഏലിയാ പ്രവാചകനെ ചുഴലിക്കാറ്റ് സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോയെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഏലിയാനെ എടുത്തുകൊണ്ടുപോയത് ദൈവത്തിന്റെ ആത്മാവാണ്. നമ്മളെ സുരക്ഷാ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ദൈവത്തിന് വേണ്ടി ആത്മാവിനുമേ കഴിയത്തുള്ളൂ. അതിനോട് വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ ലോകം നമുക്ക് ഒരു ശാശ്വത സുരക്ഷ അനുവദിക്കാതിരിക്കുമ്പോൾ എന്നേക്കുമുള്ള സുരക്ഷ നൽകുവാൻ ഒരാളുണ്ട്. അത് നമ്മുടെ ദൈവമാണ്, നമ്മുടെ കർത്താവാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കാണും, നിങ്ങളെ കൊണ്ടുപോയി സുരക്ഷാ സ്ഥലത്ത് ആക്കുമെന്ന്. 35:24 ദൈവം ഹാനോക്കിനെ എടുത്തുകൊണ്ടുപോയി. 2:2 ചുഴലിക്കാറ്റ് ഏലിയാ പ്രവാചകനെ എടുത്തുകൊണ്ടുപോയി. മൂന്നാമത് പുതിയ നിയമത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 39-ാം വാക്യം. പ്രവൃത്തികൾ 8:39. ഞാൻ ഇതിന്റെ 38 മുതൽ വായിക്കാം. അങ്ങനെ അവൻ തേർന്നെടുത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ശമനും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ദൈവം ഹാനോക്കിനെ സുരക്ഷാ സ്ഥലത്തേക്ക് എടുത്തുകൊണ്ടുപോയി. ചുഴലിക്കാറ്റ് ഏലിയാവിനെ സുരക്ഷാ സ്ഥലത്തേക്ക് എടുത്തുകൊണ്ടുപോയി. അങ്ങനെയെങ്കിൽ സുവിശേഷകനായ ഫിലിപ്പോസിനെ ഏതാണ്ട് 15-20 കിലോമീറ്റർ അകലമുള്ള ഒരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ടുപോയി. നമ്മളിവിടെ വായിക്കുന്നു, ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. ഏതാണ്ട് താൻ ഈ ശരണനെ സ്നാനപ്പെടുത്തിയ സ്ഥലത്ത് നിന്ന് 20 കിലോമീറ്ററോളം അകലം വരുന്ന അസ്തോദ് എന്ന് പറയുന്ന സ്ഥലത്താണ് പിന്നെ ആരെ കാണുന്നത്? ഫിലിപ്പോസിനെ കാണുന്നത്. ഈ സ്ഥലത്തെ തന്റെ ജോലി കഴിഞ്ഞപ്പോൾ, ഈ സ്ഥലത്തെ തന്റെ ഡ്യൂട്ടി തീർന്നപ്പോൾ, ഈ സ്ഥലത്തെ തന്റെ അധ്വാനം കഴിഞ്ഞപ്പോൾ, ഇനി താൻ അധ്വാനിക്കേണ്ട സ്ഥലത്തേക്ക് ദൈവം ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി അവിടെ ആക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ഞാനൊരു മർമ്മമുള്ള നിങ്ങളോട് പറയാം. നമ്മുടെ ക്രൈസ്തവ ജീവിതം അവസാനിക്കുമ്പോൾ, നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം അവസാനിക്കുമ്പോൾ, നമ്മുടെ വിശ്വാസ ജീവിതം അവസാനിക്കുമ്പോൾ, നമ്മുടെ ആത്മീയ ജീവിതം അവസാനിക്കുമ്പോൾ, നമ്മളെ കർത്താവ് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ടുപോകും. ആ എടുത്തുകൊണ്ടുപോകുന്നതിനെ ലോകപ്രകാരം വേണമെങ്കിൽ ഇങ്ങനെ പറയാം, മനുഷ്യന്റെ മരണം എന്ന് പറയാം. നമ്മളായി സംസാരിക്കുമ്പോൾ, നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ, നമ്മുടെ കാലഘട്ടം അവസാനിക്കുമ്പോൾ, മരണം നമ്മളെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്ന് ലൗകിക ലോകപ്രകാരം പറഞ്ഞാൽ അതിന്റെ ആത്മീയ പരിഭാഷ ഇങ്ങനെയാണ്. നമ്മുടെ വിശ്വാസ ജീവിതം അവസാനിക്കുന്ന ആ സമയത്ത് കർത്താവ് നമ്മളെ മറ്റൊരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ടുപോകും. ആ സ്ഥലത്തിന്റെ പേരാണ് കർത്താവിന്റെ സന്നിധി, കർത്താവിന്റെ വാസസ്ഥലം, കർത്താവിന്റെ വിശ്രമ സ്ഥലം. അതാണ് യോഹന്നാൻ
യോഹന്നാനിൽ യേശു പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കുന്നതിന് ഞാൻ പിന്നെയും കടന്നു വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് അറിയേണ്ട കാര്യമാണ്. നമുക്കൊരു സുരക്ഷയുണ്ട്, നമുക്കൊരു സംരക്ഷണയുണ്ട്, നമുക്കൊരു നല്ല ജീവിതത്തിനുള്ള സ്ഥലമുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. ഉൽപ്പത്തി 5:24 ഹാനോക്കിനെ ദൈവം ആ സുരക്ഷാ സ്ഥലത്ത് കൊണ്ടുപോലാക്കി. 2:2 ഏലിയ പ്രവാചകനെ ചുഴലിക്കാറ്റ് ആ സുരക്ഷാ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഫിലിപ്പോസ് എന്ന സുവിശേഷകനെ അപ്പോസ്തലപ്രവൃത്തി 8:39 ദൈവത്തിന്റെ ആത്മാവ് തന്റെ അടുത്ത ജോലി നിർവഹണ സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോയെങ്കിൽ നമ്മളെ എടുത്തുകൊണ്ട് പോകാൻ കഴിയുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ഈ പറഞ്ഞ 3 വ്യക്തികളുമായിരിക്കുന്നില്ല, 4ാമത് ഒരാളുണ്ട്. അവന്റെ പേരാണ് കർത്താവായ യേശു. ആമേൻ. പ്രിയ ദൈവമക്കളെ, 1 തെസ്സലോനിക്കർ 4:13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ദൈവത്തിൽ പ്രത്യാശ വെച്ച് നിങ്ങൾ വിശ്വാസ ജീവിതം മുന്നോട്ട് നയിക്കുക. കർത്താവായ യേശു നിദ്രകൊണ്ടവരെ അവനോടൊപ്പം വരുത്തുമല്ലോ. താൻ ഗംഭീര നാളത്തോടും പ്രധാനവും സഭയോടും ദൈവത്തിന്റെ കാലത്തോടും വരെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ശേഷം ജീവനോടെ ഇരിക്കുന്നവർ അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ നാം എന്നേക്കും അവനോടുകൂടിയായിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നൈജീരിയ ഈ സംഭവം നടന്നു. അതിന്റെ അടുത്ത പ്രദേശത്ത് പള്ളിയിൽ ബലിയർപ്പണ കുർബാന അർപ്പിക്കുമ്പോൾ ഈ മരിച്ചവരുടെ ബന്ധുക്കൾ കൂടുന്ന ആ പള്ളിയിലെ പട്ടക്കാരൻ പറഞ്ഞൊരു വാക്ക്, അവിടുത്തെ മൃഗീയന്മാർ ദൈവത്തിന്റെ ജനത്തെ കൊന്നൊടുക്കിയെങ്കിൽ അവരുടെ ശരീരത്തിൽ നിന്ന് അവരുടെ ജീവൻ സുരക്ഷാ സ്ഥലത്തായിരിക്കുന്നത് കൊണ്ട് അവരെ നമുക്ക് ആ ദിവസത്തിൽ കാണാമെന്നാണ് ആ പള്ളിയിലെ പത്രക്കാരൻ പോലും പറഞ്ഞത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമുക്ക് ഈ ഭൂമിയിൽ ആര് എങ്ങനെയുള്ള അനർത്ഥം വരുത്തിയാലും ദൈവസന്നിധിയിൽ നമുക്കൊരു സുരക്ഷിതത്വമുണ്ട്. അതുകൊണ്ടായിരിക്കാം കൈകാലുകൾ ബന്ധിച്ച് ജയിലിൽ കിടക്കുമ്പോൾ ആ കിടന്ന് വേദന അനുഭവിച്ച് അവിടെ നിന്ന് പുറത്തിറങ്ങി താൻ തന്റെ തുല്യ കൊണ്ട് എഴുതിയ കത്തിൽ 2 തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ അതറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാൻ എന്ന പോലെ ബന്ധനസ്ഥരായി കഷ്ടത സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. ആമേൻ. പ്രിയ ദൈവമക്കളെ, മനുഷ്യനെ മനുഷ്യനായി കാണാത്ത മൃഗത്തെക്കാൾ ഹീനമായ പ്രവൃത്തി ചെയ്ത നൈജീരിയയിലെയും സുഡാനിലെയും സോമാലിയയിലെയും ദുഷ്ടന്മാർ ഒരു കാര്യം അറിയുന്നവരാണ്. ദൈവത്തെയോ ദൈവാത്മാവിനെയോ ദൈവവചനത്തെയോ ദൈവമക്കളുടെ ആത്മീയതയോ ബന്ധിക്കുവാനോ ഒന്ന് വിളിച്ചു കൊള്ളുവാനോ ആരെ കൊണ്ട് കഴിയത്തില്ല. കാരണം ദൈവം സ്വതന്ത്രനാണ്. പ്രിയ ദൈവമക്കളെ, ജയിലിൽ ശരീരത്തിനാണ് ബന്ധനം, പക്ഷേ ദൈവത്തിന്റെ വചനത്തിന് ഉള്ളിൽ ബന്ധനമില്ല. പ്രിയ ദൈവമക്കളെ, റോമൻ രീതി അനുസരിച്ച് ഓരോ ഷിഫ്റ്റ് അനുസരിച്ച് വലത്തുമിടത്തും ഓരോ പട്ടാളക്കാരെ നിർത്തിയാണ് ഈ പൗലോസിനെയും ശിലാസിനെയും റോമൻ ജയിലിൽ ബന്ധിച്ചിരുന്നത്. പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ അങ്ങനെ റോമ സാമ്രാജ്യത്തിലെ പട്ടാള ക്യാമ്പിൽ മുഴുവൻ സുവിശേഷം പറഞ്ഞു.
തന്റെ വലത്തുമെടുത്തു നിൽക്കുന്ന റോമൻ പട്ടാളക്കാരോട് താൻ ഇങ്ങനെ ഇടയാക്കിയ തന്റെ രക്ഷകനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്നു. പ്രിയ ദൈവമക്കളെ, ആ കേട്ടവരെല്ലാം മാനസാന്തരപ്പെട്ട ചരിത്രം ഒരുപക്ഷേ പിന്നീട് ലോകത്തിൽ വെളിപ്പെട്ടു വന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആ പൗലോസ് പറയാണ്, ദൈവവചനത്തിന് ബന്ധനമില്ല. എന്റെ ശരീരത്തെ ബന്ധിക്കുവാൻ റോമൻ നിയമത്തിലോ അവിടുത്തെ ഭരണത്തിലോ അവിടുത്തെ പട്ടാളക്കാർക്കോ അവരുടെ ഉപകരണങ്ങൾക്കോ കഴിഞ്ഞേക്കാം. പക്ഷെ എന്നിലുള്ള ജീവന്റെ തുടിക്കുന്ന ദൈവവചനത്തെ ബന്ധിക്കുവാൻ അവരുടെ കഴിയത്തില്ല. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, മനുഷ്യൻ ദൈവത്തെ വിശ്വസിച്ചാൽ, മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിച്ചാൽ, മനുഷ്യൻ ദൈവത്തോട് പറ്റിയിരുന്നാൽ, മനുഷ്യൻ ദൈവാലയത്തെ പ്രിയപ്പെട്ടാൽ, മനുഷ്യൻ ദൈവവചനവുമായുള്ള ബന്ധത്തിൽ അവസാനത്തോളം ഒരു നല്ല ജീവിതം നയിച്ചാൽ അവരുടെ സുരക്ഷിത സ്ഥലമുണ്ട് എന്നതിന് തർക്കമില്ല. ഉൽപ്പത്തി 5:24 ഹാനോക്കിനെ ദൈവ സുരക്ഷാ സ്ഥലത്തേക്ക് എടുത്തുകൊണ്ടുപോയി. 2 2:2 ഫലത്തിൽ ഏലിയ പ്രവാചകനെ ചുഴലിക്കാറ്റ് സുരക്ഷാ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അപ്പോസ്തലപ്രവൃത്തി 8:39 ഫിലിപ്പോസിനെ അസ്തോദിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് എടുത്തുകൊണ്ടുപോയെങ്കിൽ നമ്മളെ കർത്താവ് എടുത്തുകൊണ്ടുപോകാൻ ഒരിക്കൽ വരും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രതീക്ഷ. ഈ 3 പേരെയും 3 വ്യക്തികളാണ് എടുത്തുകൊണ്ടുപോയത്. ഒരാളെ ദൈവം എടുത്തുകൊണ്ടുപോയി, ഒരാളെ ചുഴലിക്കാറ്റ് എടുത്തുകൊണ്ടുപോയി, ഒരാളെ ആത്മാവ് എടുത്തുകൊണ്ടുപോയെങ്കിൽ നമ്മളെ എല്ലാവരെയും കൂടി എടുക്കുവാൻ പറ്റുന്നവന്റെ പേരാണ് കർത്താവായ യേശു. അതുകൊണ്ടാണ് എഴുത്തുകാർ പറയുന്നത്, ആമേൻ കർത്താവേ വേഗം വരേണമേ, ആമേൻ കർത്താവേ വേഗം വരേണമേ, ആമേൻ കർത്താവേ വേഗം വരേണമേ. എന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ താൽക്കാലികമായ എല്ലാ പ്രയാസ പ്രതികൂലങ്ങളെയും അതിജീവിച്ച് അങ്ങനെ സുരക്ഷാ സ്ഥലത്ത് ഞാൻ ഒരിക്കൽ വന്നുകേറും. അതിന് കർത്താവേ നീ വന്ന് എന്നെയും കൂടെ കൊണ്ടുപോകണമേ. അങ്ങനെ രോഗമുണ്ട്, ദുഃഖമുണ്ട്,